നമുക്കിന്ന് ഒരു സാമ്പാർ നോക്കിയാലോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഒരു സാമ്പാർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ പരിപ്പ് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സാമ്പാർ കഷ്ണങ്ങളും നമ്മൾ കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ കുറഞ്ഞ അളവിലുള്ള സാമ്പാറാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് അത്രയും കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 3/4 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇത് വേവാനായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ 2 വിസിൽ കുക്കറിൽ അത്രയും മതി, കഷ്ണങ്ങളും പരിപ്പും വെന്ത് കിട്ടും കേട്ടോ. ഇനി നമ്മളൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണോളം ഉലുവയും ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും പൊട്ടി വന്നതിന് ശേഷം ഒരു 3 വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുള്ളതും ഒരു സവോള ചെറുതായി കട്ട് ചെയ്തതും കൂടെ നമ്മൾ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 വറ്റൽ മുളകും ഒരു തണ്ട് വേപ്പിലയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർക്കേണ്ടത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ, അതുകൊണ്ടാണ് അത്രയും ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും 2 ടീസ്പൂണ് സാമ്പാർ പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സാമ്പാറിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് പൊടികളിലും മാറ്റം വരുത്താം കേട്ടോ. ഇനി ഒരു 3 വെണ്ടക്കായും കൂടെ ചേർത്ത് നമ്മൾ ജസ്റ്റ് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ പൊടികൾ മൂത്തതിന് ശേഷമാണ് നമ്മൾ വെണ്ടക്കായ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ വെണ്ടക്കായ ഒന്ന് വാടി വന്നാൽ നമ്മൾ പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് തിള വരുന്ന സമയത്ത് നമ്മളതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളെ പരിപ്പും അതുപോലെ കഷ്ണങ്ങളും ഇവിടെ വെന്ത് കിട്ടിയത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമാണ് ഈ സാമ്പാർ ഉണ്ടാക്കാനായിട്ട്. ഈ ഓണത്തിന് സാമ്പാർ റെസിപ്പി എളുപ്പത്തിൽ നോക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ഒരു കഷ്ണം ശർക്കരയും ഒരു 1/2 ടീസ്പൂൺ കായം പൊടിയും അതുപോലെ മല്ലി ഇലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ കുക്കറിൽ വെന്ത് കിട്ടി പിന്നെ ഒന്ന് തിളക്കി എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് തിളച്ചെടുക്കുക വേണ്ട കേട്ടോ. അതിന് ശേഷം നമ്മളിനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഒരു തണ്ട് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം